പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയരെ, കൊലയാളിയെ ചുംബിച്ച മനുഷ്യൻ എന്ന പുസ്തകത്തിൽ യേശുവിൻ്റെ അവസാന പ്രാർത്ഥന കവിതയായി കുറിച്ചിരിക്കുന്നു. ഹോ ഭ്രാന്തമായി സ്നേഹിക്കുന്ന പിതാവേ, നിന്റെ ഏകജാതനെ മരിക്കാൻ വിട്ടുപേക്ഷിച്ചു കൊണ്ടുപോലും നീ മനുഷ്യനെ സ്നേഹിക്കുന്നു. അതെ, ലോകരക്ഷകനായ യേശു ക്രിസ്തു സാത്താനെയും മരണത്തെയും പാപത്തെയും കുരിശിൽ പരാജയപ്പെടുത്തി മനുഷ്യനെ രക്ഷിച്ചു. ഉത്തമഗീതം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, സ്നേഹം മരണത്തെ പോലെ ശക്തമാണ്, അസൂയ ശവക്കുഴി പോലെ ക്രൂരം. ദൈവമക്കളെ, എന്തേ മനുഷ്യൻ കൽത്തുറങ്കിൽ പോലും കൈച്ചങ്ങലകൾ കിലുക്കി കർത്താവിനെ സ്തുതിച്ചു. എന്തേ മനുഷ്യൻ വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കപ്പെട്ടപ്പോഴും കർത്താവിനെ സ്തുതിച്ചു. എന്തേ മനുഷ്യൻ അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ടപ്പോഴും കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോഴും തൂക്കിലേറ്റപ്പെട്ടപ്പോഴും അടിപതറാതെ കർത്താവിനെ സ്തുതിച്ചു മഹത്വപ്പെടുത്തി. എന്തേ മനുഷ്യൻ തോക്കിൻ്റെ പാത്തിക്കടി കൊണ്ടപ്പോഴും തോലുരിഞ്ഞെടുക്കപ്പെട്ടപ്പോഴും കർത്താവിനെ സ്തുതിച്ചു മഹത്വപ്പെടുത്തി. എന്തേ മനുഷ്യൻ കഴുത്തിൽ കത്തി അമരുമ്പോഴും കർത്താവിനെ സ്നേഹിച്ചു, അവിടുത്തെ സ്തുതിച്ചു. എന്തേ മനുഷ്യൻ വറചട്ടിയിൽ കിടക്കുമ്പോഴും കർത്താവിനെ സ്നേഹിച്ചു ആരാധിച്ചു മഹത്വപ്പെടുത്തി. കാരണം ഒന്നു മാത്രം, തനിക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട സ്നേഹം കൺമുന്നിലും ആ ദൈവീക സ്നേഹത്തിൻ്റെ വൈകാരികത ഹൃദയത്തിലും പതിഞ്ഞപ്പോൾ ദാനമായി ലഭിച്ച ഈ ജീവിതത്തെ നന്ദിയോടെ കർത്താവിൻ്റെ തൃപ്പാദത്തിൽ തിരികെ സമർപ്പിക്കാതിരിക്കാൻ അവർക്കായില്ല. കർത്താവിന് തന്നോടുള്ള മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ ശ്രമിച്ച കൊച്ചു ത്രേസ്യ വൈകാരിക തീവ്രതയോടെ പറഞ്ഞു, ആരും ഇതുവരെ യേശുവിനെ സ്നേഹിച്ചിട്ടില്ലാത്ത വിധത്തിൽ എനിക്ക് അവിടുത്തെ സ്നേഹിക്കണം. 1 യോഹന്നാൻ 4:10. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. 1 യോഹന്നാൻ 3:16. ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്നും സ്നേഹമെന്തെന്ന് നാം അറിയുന്നു. നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു ഇന്നും എന്നും മനുഷ്യനെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ അനന്ത സ്നേഹത്തിൽ ലയിച്ച് അവിടുത്തോടൊന്നായി തീരുവാൻ ദൈവജനമേ, കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. കർത്താവായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് കരുണയോടെ കടാക്ഷിച്ച് അവിടുത്തെ സമാധാനം നൽകി, ഐശ്വര്യം നൽകി, സ്നേഹം നൽകി നമ്മെ രക്ഷിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.